അടുത്തൊരു മാലാഖയുടെയും നിങ്ങളെപ്പോലെ കുസൃതിക്കാരനായ ജാക്കിൻ്റെയും കഥ കേട്ടാലോ? വളരെ കുസൃതിക്കാരനായ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ജാക്ക്. ഒരു ദിവസം അവനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് വരിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഉറുമ്പുകളെ അവൻ കൊല്ലുകയായിരുന്നു. പെട്ടെന്നൊരു മാലാഖ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവനൊരു ചെറിയ ഈച്ചയുടെ വലുപ്പത്തിലാക്കി. സുഹൃത്തുക്കൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൻ ചുറ്റും നോക്കി. പക്ഷെ ആരെയും കാണാൻ അവന് കഴിഞ്ഞില്ല. ചെറിയ പുല്ലുകൾ കൊണ്ടുള്ള ഒരു വലിയ കാടിൻ്റെ നടുവിൽ എവിടെയോ അവൻ നിൽക്കുകയായിരുന്നു. പുല്ലുകൾ വലിയ വൃക്ഷങ്ങൾ പോലെ അവന് തോന്നി. യഥാർത്ഥ വലിയ വൃക്ഷങ്ങളെപ്പറ്റി പറയാനുമില്ല. ജാക്കിൻ്റെ സുഹൃത്തുക്കൾ അവനെ കണ്ട് അവൻ്റെ നേരെ മണൽ വാരിയെറിഞ്ഞു. ചെറിയ തരികൾ അവൻ്റെ മേൽ വീഴുകയും വലിയ പാറകൾ വീഴുന്നത് പോലെയുമുള്ള ആഘാതം ഏൽക്കുകയും ചെയ്തു. ചെറിയ ജീവികളുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള വേദനയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ തൻ്റെ പ്രവൃത്തികളിൽ അവന് വിഷമം തോന്നി. പുൽക്കാടിൻ്റെ എവിടെയോ നിന്ന് ഒരു കരച്ചിൽ ജാക്ക് കേട്ടു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നുപോയി ഒരു തേനീച്ച ചിലന്തിയാൽ ആക്രമിക്കപ്പെടുന്നത് അവൻ കണ്ടു. ഒരു മുള്ളെടുത്ത് അതുകൊണ്ട് അവൻ ചിലന്തിയെ ആക്രമിച്ചു. ഉഗ്രമായ പോരാട്ടത്തിനൊടുവിൽ അവൻ വിജയിച്ചു. പക്ഷെ അവൻ്റെ ദേഹമാസകലം ചതവുകൾ പറ്റുകയും കഠോരമായ ആക്രമണം കാരണം ക്ഷീണിക്കുകയും ചെയ്തു. പൂർണ്ണമായും തളർന്ന് അവൻ തറയിൽ വീണു. ആ പാവമീച്ച അവനെ ഉയർത്തിയെടുത്ത് അതിൻ്റെ വാസസ്ഥലത്തേക്ക് പറന്നു. ഒരു പുഷ്പത്തിൻ്റെ ഇതളുകളിൽ അവനെ കിടത്തുകയും അവൻ്റെ മുറിവുകളിൽ മധുരമേറിയ തേൻ പുരട്ടുകയും ചെയ്തു. ഉടൻ തന്നെ അവൻ്റെ മുറിവുകൾ ഭേദപ്പെടുകയും സാന്ത്വനിപ്പിക്കുന്നതും സുഖകരവുമായി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. പെട്ടെന്ന് അവൻ്റെ കാലുകൾ ചെറുതായൊന്ന് വഴുതി. അവൻ പൂവിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ഭയം കൊണ്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. ജാക്ക് ഉറക്കത്തിൽ നിന്നുണർന്ന് എല്ലാം ഒരു സ്വപ്നമായിരുന്നെന്ന് മനസ്സിലാക്കി. എങ്കിലും വലിയൊരു പാഠം സ്വപ്നത്തിൽ നിന്ന് അവൻ പഠിച്ചു. പിന്നീട് ഒരിക്കലും വലുതോ ചെറുതോ ആയ ഒരു ജീവിയെപ്പോലും ജീവിതത്തിൽ അവൻ പീഡിപ്പിച്ചിട്ടില്ല.